എല്ലാ രണ്ടാം വർഷ VHSC വിദ്യാർത്ഥികളെയും കെമിസ്ട്രിയുടെ 5ാമത്തെ യൂണിറ്റായ സർഫസ് കെമിസ്ട്രിയുടെ 2ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്സോർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് കറ്റാലിസിസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ വ്യത്യാസപ്പെടുത്തുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. രാസപ്രവർത്തന വേഗതയെ വർദ്ധിപ്പിക്കുന്ന കാറ്റലിസ്റ്റുകളെ പോസിറ്റീവ് കാറ്റലിസ്റ്റുകളെന്നും രാസപ്രവർത്തന വേഗതയെ കുറയ്ക്കുന്ന കാറ്റലിസ്റ്റുകളെ നെഗറ്റീവ് കാറ്റലിസ്റ്റുകളെന്നും വിളിക്കുന്നു. പൊട്ടാസ്യം ക്ലോറേറ്റിൻ്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കാൻ മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. ഇത് പോസിറ്റീവ് കാറ്റലിസ്റ്റിന് ഒരു ഉദാഹരണമാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കാൻ ഫോസ്ഫോറിക് ആസിഡ് ചേർക്കുന്നു. ഇത് നെഗറ്റീവ് കാറ്റലിസ്റ്റിന് ഒരു ഉദാഹരണമാണ്. കാറ്റലിസ്റ്റുകളുടെ ആക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കാൻ അതിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥങ്ങളെ പ്രൊമോട്ടറുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ചില വസ്തുക്കൾ കാറ്റലിസ്റ്റിനോട് ചേർന്ന് വന്നാൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നു. ഇത്തരം വസ്തുക്കളാണ് കാറ്റലിറ്റിക് പോയിസണുകൾ. ഹേബർ പ്രക്രിയ വഴി അമോണിയ നിർമ്മിക്കുമ്പോൾ ഫൈൻലി ഡിവൈഡഡ് അയൺ കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നു. അതോടൊപ്പം മോളിബ്ഡിനം ചേർത്താൽ രാസപ്രവർത്തന വേഗത വീണ്ടും കൂടും. അതായത് ഇവിടുത്തെ പ്രൊമോട്ടറാണ് മോളിബ്ഡിനം. എന്നാൽ കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യം അയൺ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കും. അതിനാൽ കാർബൺ മോണോക്സൈഡ് ഹേബർ പ്രക്രിയയിൽ ഒരു കാറ്റലിറ്റിക് പോയിസണാണ്. ഒരു ഉൽപ്രേരകം രാസപ്രവർത്തന വേഗതയെ വ്യത്യാസപ്പെടുത്തുന്ന പ്രക്രിയയെ കറ്റാലിസിസ് എന്ന് വിളിക്കുന്നു. The process of altering rate of a reaction using a catalyst is called catalysis. ഒരു രാസപ്രവർത്തനത്തിൽ അഭികാരകങ്ങളും റിയാക്റ്റൻസും ഉൽപ്രേരകങ്ങളും കാറ്റലിസ്റ്റും ഒരേ ഭൗതിക അവസ്ഥയിലാണെങ്കിൽ അത്തരം കാറ്റലിറ്റിക് പ്രോസസ്സുകളെ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് വിളിക്കുന്നു. A catalytic process in which the catalyst and the reactants are in the same phase is called homogeneous catalysis. ഉദാഹരണത്തിന് ലെഡ് ചേംബർ പ്രക്രിയ വഴി സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡായി ഓക്സിഡൈസ് ചെയ്യുന്ന രാസമാറ്റത്തിൽ നൈട്രിക് ഓക്സൈഡ് കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നു. ഇവിടെ അഭികാരകമായ സൾഫർ ഡയോക്സൈഡും ഉൽപ്രേരകമായ നൈട്രിക് ഓക്സൈഡും വാതകാവസ്ഥയിലാണ്. അതിനാൽ ഇതൊരു ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. എന്നാൽ അഭികാരകങ്ങളും ഉൽപ്രേരകങ്ങളും വ്യത്യസ്ത ഭൗതിക അവസ്ഥകളിലാണെങ്കിൽ അത്തരം കാറ്റലിറ്റിക് പ്രോസസ്സുകളെ ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്ന് വിളിക്കുന്നു. കോണ്ടാക്ട് പ്രോസസ്സ് വഴി സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ് എന്ന വാതകത്തെ സൾഫർ ട്രയോക്സൈഡാക്കി മാറ്റാൻ വനേഡിയം പെൻറ്റോക്സൈഡ് എന്ന സോളിഡ് കാറ്റലിസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അഭികാരകം വാതകാവസ്ഥയിലും ഉൽപ്രേരകം ഖരാവസ്ഥയിലുമാണ്. അതിനാൽ ഇതൊരു ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് ആണ്. ഹെറ്ററോജീനിയസ് കറ്റാലിസിസിൻ്റെ മെക്കാനിസം വിവരിക്കുന്നതിന് ഉപയോഗിക്കുന്ന തിയറിയാണ് അഡ്സോർഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ഈ തിയറി അനുസരിച്ച് ഒരു ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് 5 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അഭികാരക തന്മാത്രകൾ ഉൽപ്രേരകത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ എത്തുന്ന അഭികാരകങ്ങൾ ഉൽപ്രേരകത്തിൻ്റെ പുറത്ത് അഡ്സോർബ് ചെയ്യപ്പെടും. അവിടെ ഇരുന്നു കൊണ്ട് അവ രാസപ്രവർത്തനത്തിന് വിധേയമായി ഉൽപ്പന്നങ്ങളായി മാറുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്രേരകത്തിൻ്റെ സർഫസിൽ നിന്ന് ഡീസോർബ് ചെയ്യപ്പെടും. എന്നിട്ട് അവ
ഉൽപ്രേരകത്തിൻ്റെ സർഫസിൽ നിന്ന് അകലങ്ങളിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് മാറുന്നു. ഈ തിയറി രാസമാറ്റത്തിന് ശേഷം അതേ അളവിൽ ഉൽപ്രേരകം എങ്ങനെ തിരിച്ചു കിട്ടുന്നു എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ നേരത്തെ പഠിച്ച പ്രൊമോട്ടറുകളുടെയും കാറ്റലിറ്റിക് പോയിസണുകളുടെയും പ്രവർത്തനം എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ ഈ തിയറിക്ക് കഴിയുന്നില്ല. സോളിഡ് കാറ്റലിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളാണ് ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉൽപ്രേരകത്തിൻ്റെ കഴിവാണ് അതിൻ്റെ ആക്ടിവിറ്റി. The activity of a catalyst is the ability to increase the rate of a chemical reaction. ഉദാഹരണത്തിന്, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ സാധാരണ ഊഷ്മാവിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. എന്നാൽ ഉൽപ്രേരകമായി പ്ലാറ്റിനം ഉപയോഗിച്ചാൽ ഈ രാസപ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കുന്നതായി കാണാം. 2. സെലക്ടിവിറ്റി. ഒരു ഉൽപ്രേരകത്തിന് ഒരു രാസപ്രവർത്തനത്തെ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് സെലക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, വ്യത്യസ്ത ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെ നൽകുന്നതായി കാണാം. കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഫോർമാൽഡിഹൈഡിനെ തരുന്നു. കോപ്പർ സിങ്ക് ഓക്സൈഡ് കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ മീഥൈൽ ആൽക്കഹോളിനെ തരുന്നു. നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ മീഥൈനും ജലവുമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിലേക്ക് ഒരു രാസപ്രവർത്തനത്തെ നയിക്കാൻ ഒരു കാറ്റലിസ്റ്റിന് അഥവാ ഉൽപ്രേരകത്തിനുള്ള കഴിവിനെയാണ് അതിൻ്റെ സെലക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു തരം കറ്റാലിസിസ് പ്രോസസ്സാണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിലുള്ള ക്യാവിറ്റീസിൻ്റെ സൈസിനെയും ഷേപ്പിനെയും അതുപോലെ തന്നെ അഭികാരകങ്ങളുടെ സൈസിനെയും ഷേപ്പിനെയും ആശ്രയിച്ച് വരുന്ന കാറ്റലിറ്റിക് പ്രോസസ്സുകളെയാണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റലിസ്റ്റാണ് സിയോലൈറ്റ്. ഇവ മൈക്രോ പോറസ് അലുമിനിയം സിലിക്കേറ്റുകളാണ്. ചെറിയ സുഷിരങ്ങളോടുകൂടിയ അലുമിനിയം സിലിക്കേറ്റുകളാണിവ. ഇവയ്ക്ക് അലുമിനിയം ഓക്സിജൻ സിലിക്കൺ ഫ്രെയിം വർക്ക് കാണപ്പെടുന്നു. സിയോലൈറ്റിന് ഒരു ഉദാഹരണമാണ് ZSM5. ഇത് എഥനോളിനെ പെട്രോളാക്കി മാറ്റാൻ, ഗ്യാസോലിനാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്രേരകമാണ്. ഇനി നമുക്ക് സുപരിചിതമായ എൻസൈംസിനെ പറ്റി പഠിക്കാം. എൻസൈംസ് ആർ കോംപ്ലക്സ് നൈട്രോജിനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓർ പ്രോട്ടീൻസ് produced by living plants and animals which catalyze numerous reactions that occur in them to maintain life processes. So enzymes are called biochemical catalysts, and the process of enzyme catalysis is also called biochemical catalysis. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് എൻസൈംസ്. ഇവ ബയോകെമിക്കൽ കാറ്റലിസ്റ്റുകളെന്നും അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട ചില എൻസൈമുകളും അവയുടെ സോഴ്സും അവ ഏത് രാസപ്രവർത്തനത്തിൻ്റെ വേഗതയാണ് വർദ്ധിപ്പിക്കുന്നതെന്നും ഒരു പട്ടികയായി നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻവെർട്ടൈസ് എന്ന എൻസൈം ഈസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. സുക്രോസ് കരിമ്പിൻ പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്നു. ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ് സൈമൈസ്. ഇത് ഗ്ലൂക്കോസിനെ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്നു. ഡയസ്റ്റൈസ് എന്നത് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ്. ഇത് മാൾട്ട് എക്സ്ട്രാക്റ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ മാൾട്ടൈസ് എന്ന എൻസൈം സഹായിക്കുന്നു. ഇത് ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോയാബീനിൽ നിന്ന് ലഭിക്കുന്ന യൂറിയേസ് എന്ന എൻസൈം യൂറിയയെ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്നു. നമ്മുടെ വയറിനുള്ളിൽ ഉണ്ടാകുന്ന പെപ്സിൻ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിനും പ്രോട്ടീനുകളെ അമിനോ ആസിഡാക്കി മാറ്റുന്നു.
പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോബാസില്ലൈ പാലിനെ പുളിപ്പിക്കുന്നതായി കാണാം. എൻസൈം കറ്റാലിസിസിൻ്റെ ചില സവിശേഷതകളാണ് ഇനി പറയുന്നത്. എൻസൈംസ് ആർ ഹൈലി എഫിഷ്യൻറ്റ്. അതായത് ഒരു മോളിക്യൂൾ എൻസൈം മതി അനേകം തന്മാത്രകളുടെ രാസപ്രവർത്തന വേഗതയെ വർദ്ധിപ്പിക്കാൻ. എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക്. അതായത് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന കാറ്റലിസ്റ്റ് അതിനോട് സാമ്യമുള്ളതാണെങ്കിൽ പോലും മറ്റൊരു രാസമാറ്റത്തിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എൻസൈം നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ റേഞ്ചിലായിരിക്കും. ഇതിനെ ആ എൻസൈമിൻ്റെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. സാധാരണയായി 298 മുതൽ 310 കെൽവിൻ വരെയാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. അതുപോലെ ഒരു നിശ്ചിത pH വാല്യൂവിലായിരിക്കും ഇവ ആക്റ്റീവ് ആകുന്നത്. ഇതിനെ ഓപ്റ്റിമം pH എന്ന് വിളിക്കുന്നു. സാധാരണയായി 5 to 7 ആണ് ഓപ്റ്റിമം pH. ഇനി ഒരു എൻസൈമിനോടൊപ്പം ചില മെറ്റലുകൾ കലർന്നു വന്നാൽ അത് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം. ഇവയെ ആക്ടിവേറ്ററുകളെന്ന് വിളിക്കുന്നു. അതുപോലെ ഒരു എൻസൈമിനോടൊപ്പം ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് ചേർന്ന് വരുമ്പോൾ രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു. ഇവയെ കോ എൻസൈംസ് എന്നും വിളിക്കുന്നു. സോഡിയം അയോണിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉമിനീരിലടങ്ങിയിരിക്കുന്ന അമിലേസ് എന്ന എൻസൈം കൂടുതൽ ആക്റ്റീവ് ആകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു എൻസൈം എങ്ങനെയാണ് കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് എന്നതിനെ വിവരിക്കുന്ന ലോക്ക് ആൻഡ് കീ മെക്കാനിസം നമുക്ക് പരിചയപ്പെടാം. ഒരു എൻസൈമിൻ്റെ സർഫസിൽ ധാരാളം ആക്റ്റീവ് സൈറ്റുകളുണ്ട്. ഒരു നിശ്ചിത സൈസിലും ഷേപ്പിലുമുള്ള ചില ആക്റ്റീവ് സൈറ്റുകളുണ്ട്. ഇതിൽ NH2, COOH, SH, OH തുടങ്ങിയ ആക്റ്റീവ് ഗ്രൂപ്പുകൾ കാണപ്പെടുന്നു. ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള മറ്റൊരു ഭാഗം റിയാക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിൻ്റെ സർഫസിലും കാണപ്പെടുന്നു. സ്യൂട്ടബിൾ സൈസിലും ഷേപ്പിലുമുള്ള റിയാക്റ്റൻസിന് മാത്രമേ ഈ എൻസൈമിൻ്റെ സർഫസിൽ പറ്റിപ്പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എൻസൈം പറ്റിപ്പിടിക്കുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആദ്യം ഉണ്ടാകുന്നു. ഇത് അവിടെ ഇരുന്നുകൊണ്ട് രാസമാറ്റത്തിന് വിധേയമായി എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സായി മാറുന്നു. തുടർന്ന് ഈ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് വിഘടിച്ച് എൻസൈം പ്രോഡക്റ്റ് എന്നിങ്ങനെ വ്യത്യസ്തമായി മാറുന്നു. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്. വ്യാവസായിക പ്രാധാന്യമുള്ള ചില ഉൽപ്രേരകങ്ങൾ പരിചയപ്പെടാം. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമായ ഹേബർ പ്രോസസ്സിൽ ഫൈൻലി ഡിവൈഡഡ് അയൺ കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നു. മോളിബ്ഡിനം പ്രൊമോട്ടറായി ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണമായ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. സൾഫ്യൂറിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണമായ കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. ഉൽപ്രേരകങ്ങളുമായി ബന്ധപ്പെട്ട് കാറ്റലിസ്റ്റ്, ഹോമോജീനിയസ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്, കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്, കാറ്റലിറ്റിക് പോയ്സൺസ് തുടങ്ങിയവയെപ്പറ്റി നാം പഠിച്ചു. ജീവികളുടെ ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന എൻസൈംസിനെയും പരിചയപ്പെട്ടു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നൽകുന്നു. ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക.